പാലക്കാട് 10 ദിവസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത റോഡ് തകർന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ 10 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ആനക്കര താണിക്കുന്ന് റോഡാണ് തകർന്നത്. റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും ടാർ അടർന്നുപോയി. നാട്ടുകാർ പഞ്ചായത്തിലും വകുപ്പ് മേധാവികൾക്കും പരാതി നൽകി. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. എന്റെ കൈ കൊണ്ടാട്ടാ JCBക്കല്ല മന്ദിക്കണേ. ഞാൻ JCBക്കല്ല മന്ദിക്കണത് കേട്ടാ. JCBക്കല്ല. നോക്ക് മാഡം, നോക്ക് എത്ര ഇഞ്ച് കാണാൻ നോക്ക്. ഒരു ടാർ എത്ര ഇഞ്ചാ കാണാൻ നോക്ക് മാഡം. ഇത് എത്ര ഇഞ്ച് ഉണ്ട് നോക്ക് മാഡം. ഞാൻ അന്നേ സത്യന്തമായി കാര്യം പറയട്ടെ മാഡം. അന്ന് ഞാൻ ഈ സാധനം ഇട്ടിട്ടേ ഒരു പോകുമ്പോ ഞാൻ പറഞ്ഞു ഇത് വെള്ളം അടിച്ചിട്ടേ അതിന്റെ മേലെ ഉറക്കം ഒരു ദിവസം ഇറങ്ങുന്നത്. അന്ന് രാത്രി അടിച്ച് അന്ന് രാവിലെ ടാർ ചെയ്ത് അന്ന് രാത്രി JCB രാവിലെ മുതൽ ഒരു 2 അടി അടിച്ച് കെമിക്കൽ വെച്ച് അന്ന് രാവിലെ ധരിച്ച് ഉപയോഗിക്കുക. യുദ്ധകാല അടിസ്ഥാനത്തിൽ ടാറിന്റെ പണി ചെയ്ത് എന്തിന്റെ ആവശ്യത്തിന് ഇതൊക്കെ ഇതെടുക്കടാ ഇതെടുക്ക്. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, അയാൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. JCB ഉപയോഗിച്ചല്ല, വെറും കൈ ഉപയോഗിച്ചാണ് അയാൾ റോഡ് മാന്തുന്നത്. റോഡ് പൊളിഞ്ഞു വരികയാണ്, കടലമുട്ടായി പൊടിഞ്ഞു വരുന്നത് പോലെ. എന്താണ് സംഭവം? 10 ലക്ഷത്തിന്റെ പൈസ കിടക്കണേ. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വർഷങ്ങളായി തകർന്നു കിടന്ന ഒരു റോഡാണ് ഈ ആനക്കര താണിക്കുന്ന് റോഡ്. ഈ റോഡ് കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പാണ് 10 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ റോഡ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അടർന്നു വരുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. വർഷങ്ങളായി ഒരു ശാപമോക്ഷം തേടി നടന്ന ഒരു റോഡ് ഇപ്പോൾ അതിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാർ പോയി ആ റോഡിന്റെ വശങ്ങളിൽ പിടിക്കുമ്പോൾ കൃത്യമായി ഒരു പൊടിയെല്ലാം പൊടിഞ്ഞു വരുന്ന രീതിയിലാണ് ആ റോഡിന്റെ ടാറെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വിഷയം കൊണ്ട് തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. അവർ കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ അവരുടെ കനത്ത പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. നിലവിൽ നാട്ടുകാർ പഞ്ചായത്തിനും അതുപോലെ തന്നെ വകുപ്പ് മേധാവികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. 10 ദിവസം മുമ്പാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ റോഡിന്റെ ഉദ്ഘാടനം പൂർത്തിയായത്. ഈ റോഡാണ് ഇത്തരത്തിൽ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കോഴിക്കോടെല്ലാം കണ്ടതുപോലെ തന്നെ നിർമ്മാണം കഴിഞ്ഞ ദിവസങ്ങളാവുമ്പോഴത്തേനും ഈ റോഡുകൾ തകരുന്നു. കൃത്യമായി ഈ ഒരു നിർമ്മാണത്തിലെ അപാകതയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഉടൻ തന്നെ മാറുന്നതിന്റെ സാഹചര്യം ഉണ്ടാക്കുന്നതെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും കൃത്യമായി ഈ ഒരു വിഷയത്തിൽ വകുപ്പ് മേധാവികൾക്കും പഞ്ചായത്തിലും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല എഞ്ചിനീയർമാരെ ഉൾപ്പെടെ അവിടേക്ക് എത്തിച്ച് ഉടൻ തന്നെ ഈ റോഡിന്റെ സ്ഥിതി പരിശോധിക്കണം. ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഇതിലൊരു വീഴ്ച സംഭവിച്ചത് അവർക്കെതിരെയെല്ലാം കൃത്യമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ആനക്കരയിലുള്ള ഈ നാട്ടുകാർ പറയുന്നത്. നികേഷ്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത്. കരാർ കമ്പനികൾ എന്താണ് ചെയ്യുന്നത് എന്ന സംബന്ധിച്ച് നേർചിത്രമാണ് ഉള്ളത്. റോഡ് നിർമ്മിച്ച കരാറുകാരൻ്റെ പേര് അവിടെ എഴുതി വെക്കും, ഫോൺ നമ്പർ എഴുതി വെക്കും എന്നൊക്കെയാണ് മുഹമ്മദ് റിയാസ് അവകാശപ്പെട്ടിരുന്നത്. ഇത് ഏത് റോഡാണ്? പഞ്ചായത്ത് റോഡാണോ അതോ PWD റോഡാണോ? ഇക്ബാൽ അറക്കലിലേക്ക് നമുക്ക് തിരികെ എത്താം. ഏതായാലും നിർമ്മിച്ച റോഡ് വളരെ വേഗത്തിൽ പൊട്ടിപ്പൊളിയുന്നു. ഇക്ബാൽ, ഞാൻ ചോദിച്ചത് ഇത് PWD റോഡാണോ അതോ പഞ്ചായത്ത് റോഡാണോ? ഏത് കാറ്റഗറിയിലാണ് ഈ റോഡ് വരുന്നത്? ജില്ലാ പഞ്ചായത്താണ് ഈ റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. PWDക്ക് കീഴിലാണ് ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയതെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഏതായാലും ഒരു 10 ദിവസം മാത്രമാണ് ആവുന്നുള്ളൂ. 10 ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് ഇത്തരത്തിലൊരു റോഡിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ പൈസ എല്ലാം എന്ത് ചെയ്തു എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ആ നാട്ടുകാർ അവിടെ നിൽക്കുന്നത്. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ നാട്ടുകാർ പോയി ആ റോഡിന്റെ വശങ്ങളിൽ പിടിക്കുമ്പോൾ റോഡ് അടർന്ന് അവരുടെ കൈകളിലേക്ക് വരികയാണ്. നമ്മളൊരു പുട്ടെല്ലാം പൊടിക്കുന്ന രീതിയിലേക്ക് ഒരു റോഡിന്റെ ടാറാണ് ആ നാട്ടുകാരുടെ കൈകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലൊരു ജനരോഷം ഉയരുന്നത്. ഈ PWD ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ റോഡിന്റെ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് കൃത്യമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ജനങ്ങൾക്ക് ഈ റോഡ് തുറന്നു കൊടുക്കാൻ പാടുകയുള്ളൂ. പക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പരിശോധനകൾ നടന്നിട്ടുണ്ടോ എന്ന് പോലും നാട്ടുകാർക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഇതിൽ വകുപ്പ് തല നടപടി തന്നെ വേണം എന്നൊരു കാര്യം ഈ നാട്ടുകാർ ഉയർത്തുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പ്രതികരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ആനക്കര പഞ്ചായത്തിലെ 5ാം വാർഡ് മെമ്പറായിട്ടുള്ള സ്വാലിഹ് ഈ വിഷയം പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെല്ലാം അവിടെ
അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും അവിടേക്ക് വന്ന് ഉടൻ തന്നെ ഒരു പരിശോധന നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധന ഉടൻ തന്നെ നടത്തും. ഇതിന് ശേഷമാണ് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും കരാർ കമ്പനിയിലെ അല്ലെങ്കിൽ കരാർ എടുത്ത് നടത്തിയിട്ടുള്ള അവർക്കെതിരെ കൃത്യമായ ഒരു നടപടി വേണം എന്നുള്ള ജനങ്ങളുടെ ആവശ്യം അത് ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടാവും എന്ന് വേണം പറയാൻ. 10 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ആനക്കര പഞ്ചായത്തിലെ താണിക്കുന്ന് റോഡാണ് ഇത്തരത്തിൽ 10 ദിവസം കൂടി ആവുന്നതിന് മുമ്പ് തന്നെ അടർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പഞ്ചായത്ത് റോഡാണ്, PW റോഡുകൾക്കാണ് കരാർ പണിക്കാരൻ്റെ പേരും ഒപ്പം തന്നെ ഫോൺ നമ്പറും നൽകുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അവരുടെ മൊബൈൽ ഫോണുകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, അത് അധികാരികളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ റോഡ് പണിത ആൾ അതിൻ്റെ വിമർശനം ഏൽക്കണമെന്ന് മാത്രമല്ല, അതെന്തുകൊണ്ട് പൊളിയുന്നു എന്ന സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടി വരും. ആ വിശദീകരണത്തിൽ തൃപ്തി ഇല്ല എങ്കിൽ, പഞ്ചായത്തിന് തൃപ്തിയില്ല എങ്കിൽ അയാൾ പണി മാറ്റി ചെയ്യേണ്ടി വരും എന്നാണ്, ഇച്ചിരി കാശ് ചിലവാകും എന്നാണ് കരുതേണ്ടത്.